കേരളത്തിൽ ഉൾപ്പെടെയുള്ള പരിസ്ഥിതിലോല പ്രദേശ പരിധിയിൽ മാറ്റം വരുത്താതെ കേന്ദ്രം വീണ്ടും പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള കരട് വിജ്ഞാപനം ഇറക്കി. 2014 മുതൽ ഇത് 7ാം തവണയാണ് കരട് വിജ്ഞാപനം ചെയ്യുന്നത്. ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രദേശപരിധി പുതുക്കി നിശ്ചയിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് മാറ്റമില്ലാതെ കരട് വീണ്ടും പ്രസിദ്ധീകരിച്ചത്. സംസ്ഥാനങ്ങൾ നൽകിയ നിർദ്ദേശങ്ങളും 6ാമത്തെ കരട് വിജ്ഞാപനത്തിലെ പിഴവുകളും വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച സമിതിയുടെ പരിഗണനയിലാണ്. ഇതിനാലാണ് വീണ്ടും കരട് വിജ്ഞാപനം ചെയ്യുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് കസ്തൂരിരംഗൻ സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ 2013 നവംബർ 13 ഇറക്കിയ ഉത്തരവാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. ഈ ഉത്തരവിൽ കേരളത്തിനായി 2018 ഡിസംബറിൽ ഭേദഗതി വരുത്തി. ഇതനുസരിച്ച് 9993.7 ചതുരശ്ര കിലോമീറ്ററാണ് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ബാധകമാകുന്ന ESA മേഖല. കേരളത്തിലെ 131 വില്ലേജുകളിലായി വനഭൂമി ഉൾപ്പെടെയുള്ള 9993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് പരിസ്ഥിതിലോല മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി, വയനാട് ജില്ലകളിലെ 31 വില്ലേജുകളെ ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. ഉപഗ്രഹ സർവേക്കും പ്രദേശങ്ങളിൽ നേരിട്ടുള്ള പരിശോധനകൾക്കും ശേഷം സംസ്ഥാനത്തെ ESA പരിധി 8590.69 ചതുരശ്ര കിലോമീറ്ററായി ചുരുക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. ജനവാസ കേന്ദ്രങ്ങൾ, കൃഷിഭൂമികൾ, തോട്ടങ്ങൾ എന്നിവയെ സംരക്ഷിച്ചുകൊണ്ട് വനമേഖലകൾ മാത്രം ESA ആക്കുക എന്നതായിരുന്നു കേരളത്തിന്റെ ലക്ഷ്യം. എന്നാൽ വയനാട്ടിലെയും ഇടുക്കിയിലെയും അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലകൾ ഒഴിവാക്കുവാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു കേന്ദ്ര സമിതി. ഔദ്യോഗിക ഗസറ്റിനുള്ള കരടിനെക്കുറിച്ച് 60 ദിവസത്തിനകം പരിസ്ഥിതി മന്ത്രാലയത്തോട് അഭിപ്രായം അറിയിക്കാം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.